വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹൃദയം എന്ന ചിത്രത്തിലെ കലിപ്പൻ സീനിയറായാണ് സംഗീത് പ്രതാപ് ബിഗ് സ്ക്രീനിലെ തന്റെ വരവറിയിച്ചത്. കൂടെയുള്ളവരുടെ ബലത്തിൽ ജൂനിയേഴ്സിനോട് കലിപ്പാകുന്ന സീനിയർ വിദ്യാർത്ഥിയുടെ ഒരു പ്രതിനിധിയായിരുന്നു ഹൃദയത്തിലെ സംഗീതിന്റെ കഥാപാത്രം. ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത സൂപ്പർ ശരണിയിൽ വെറും 2 സീനിൽ മാത്രം വന്നു പോകുന്ന കഥാപാത്രമായി സംഗീത് കയ്യടി നേടി. എന്നാൽ കരിയറിൽ സംഗീതിന് വലിയൊരു ബ്രേക്ക് നൽകിയത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പ്രേമലുവായിരുന്നു. നായകന്റെ സന്തത സഹചാരിയായ അമൽ ഡേവിസ് കേരളത്തിന് പുറത്തും വലിയ ചർച്ചയായി. സാക്ഷാൽ രാജമൗലി പോലും സംഗീതിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ബ്രൊമാൻസിലും സ്ഥിതി വ്യത്യസ്തമല്ല. നായകന്മാരായ മാത്യു തോമസ്, അർജുൻ അശോകൻ എന്നിവരെക്കാൾ കയ്യടി നേടുന്നത് സംഗീത് പ്രതാപാണ്. ഹരിഹരസുധൻ എന്ന എത്തിക്കൽ ഹാക്കറായിട്ടാണ് സംഗീത് ബ്രൊമാൻസിൽ വേഷമിട്ടത്. പേരിലെ വ്യത്യസ്തത കഥാപാത്രത്തിനും നൽകാൻ സംഗീതിന് സാധിച്ചിട്ടുണ്ട്. സ്ക്രീനിലെത്തുന്ന നിമിഷം മുതൽ സിനിമ തന്റെ പേരിലേക്കാൻ സംഗീതിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ആദ്യ പകുതിയിൽ സിനിമ ഡൗൺ ആകുന്നിടത്തൊക്കെ സംഗീതിന്റെ കൗണ്ടറുകൾ ബ്രൊമാൻസിനെ താങ്ങി നിർത്തുന്നുണ്ട്. സ്ഥിരം ശൈലിയിൽ നിന്ന് അല്പം ലൗഡായ കഥാപാത്രത്തെ അവതരിപ്പിച്ച മാത്യു തോമസ് ഇടയ്ക്ക് രസം കൊല്ലിയാകുമ്പോഴും സംഗീതിന്റെ കഥാപാത്രം അതിനെ മറികടക്കുന്നു. എന്നാൽ രണ്ടാം പകുതി അക്ഷരാർത്ഥത്തിൽ സംഗീതിന്റെ അഴിഞ്ഞാട്ടം തന്നെയാണ്. അധികം എക്സ്പ്രഷനുകളൊന്നുമില്ലാതെ സിമ്പിളായിട്ടുള്ള കൗണ്ടറുകൾ കൊണ്ട് സംഗീത തിയേറ്ററിൽ പൊട്ടിച്ചിരി പടർത്തുകയാണ്. ക്ലൈമാക്സ് സീനിന് മുമ്പ് അർജുൻ അശോകനുമായുള്ള സീനുകളെല്ലാം ചിരി പടർത്തുന്നവയാണ്. ഏറെക്കുറെ ഒറ്റയ്ക്ക് തന്നെയാണ് സംഗീത ബ്രൊമാൻസിനെ താങ്ങി നിർത്തിയതെന്ന് പറയാം. അതേസമയം അഭിനേതാവെന്നതിലുപരി എഡിറ്റിംഗ് മേഖലയിലും സംഗീത് തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 2024 സംസ്ഥാന അവാർഡിൽ മികച്ച എഡിറ്റർക്കുള്ള പുരസ്കാരം സംഗീതിനെ തേടിയെത്തിയിരുന്നു. അഭിനേതാവെന്ന നിലയിൽ മികച്ച പ്രോജക്റ്റുകളുടെ ഭാഗമാകാനും സംഗീത് ശ്രമിക്കുന്നുണ്ട്. മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഹൃദയപൂർവ്വത്തിൽ സംഗീതം ഒരു പ്രധാനപ്പെട്ട വേഷമാണ് കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും മികച്ച വേഷങ്ങൾ ചെയ്ത് മലയാളത്തിന്റെ നിറസാന്നിധ്യമാകാൻ സംഗീതിന് സാധിക്കുമെന്ന് ഉറപ്പാണ്.